ഇതായിരിക്കും ആംഗിളായിരിക്കും തരാൻ കൂടെ. ഇതാണെന്നിരിക്കുന്ന ആംഗിൾ. ഇതാ ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ നമുക്ക് അളക്കാനായിട്ട് പല പല ഇൻസ്ട്രുമെൻസ് ഉണ്ട്. ഏറ്റവും ആയിട്ട് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അവിടെ കുത്തുന്നു എന്തെങ്കിലും ആംഗിൾ നോക്കും. അപ്പോൾ പിന്നെ നമുക്ക് ബീൽ പൊട്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് അത്ര ആക്രോട്ടായിരിക്കുന്നില്ല. ഇത് ബീൽ പൊട്ട പിന്നെ ഉള്ളതാണ് ബീൽ പൊട്ടാക്കി. ബീൽ പൊട്ടാക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്രസി 5 മിനിറ്റാണ്. 5 മിനിറ്റ് ആക്രസി ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നീ അളക്കുകയാണെന്ന് കിട്ടെ അല്ലെങ്കിൽ മറ്റേ മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഹ്യൂമൻ എറർ ഉണ്ടല്ലോ, അത് ആ 5 മിനിറ്റിനുള്ളിൽ അത് കിട്ടുള്ളൂ. പക്ഷേ ചില പ്രോഡക്റ്റുകൾക്ക് നമുക്ക് 0 ആക്രസി തന്നെ അത് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒരു 0 ആക്രസി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റിലാണെങ്കിൽ ഈ നമുക്കിങ്ങനെ ഇത് ആംഗിളിൽ ഈ സ്ലിപ്പ് ബോക്സ് ഗേജൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഇതുണ്ട്, എന്തായാലും പറഞ്ഞേ, ഈ സൈൻ ബാറിന് പറഞ്ഞ സൈൻ ടേബിൾ എന്ന ടേബിളുണ്ട്. ആ ടേബിൾ വെച്ചിട്ട് ആ ടേബിളിൽ നമ്മൾ സ്ലിപ്പ് വയ്ക്കും. എന്നിട്ട് പീസ് വയ്ക്കുമ്പോൾ അവിടെ ആംഗിളിൽ വെക്കും. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ ടേബിൾ കയറ്റിയാണ് അതിൽ ചെയ്യണം. അത് തന്നെയാണ് സൈൻ ബാർ എന്ന് പറഞ്ഞാൽ അതിന് ആ സംഭവം തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ എന്താ പറഞ്ഞാൽ ഈ ബീൽ പൊട്ടേറ്റിനേക്കാളും കൂടുതൽ ആക്രസി വേണ്ട, അതിന് 0 ആക്രസി വേണ്ട ആംഗിൾ ചെക്ക് ചെയ്യാനൊക്കെ അതിനാണ് നമ്മൾ സൈൻ ബാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ബാറാണ്. ഇതാണ് സൈൻ ബാർ. ഇതാണ് സൈൻ ബാർ. ഇതിൻ്റെ ഈ സെൻറ്റർ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടോ, ഈ സെൻറ്റർ ടു സെൻറ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഇത് 200ആണ്, ചിലർ 300 ആവും, ചിലർ വലിയ പൈസയ്ക്ക് ആണെങ്കിൽ ലെങ്ത്ത് കൂടി ഉണ്ടാവും, ഇതിൽ കുറഞ്ഞുണ്ടാവും. അത് സൈൻ ബാർ. ഇത് നിങ്ങളുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യമേ ഈ ആംഗിൾ ഈ ബീൽ പൊട്ടാറ്റോ വെച്ച് നമ്മൾ ആദ്യം അളക്കണം. അപ്പോൾ നമ്മൾ ബീൽ പൊട്ടാറ്റോ പഠിക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ബീൽ പൊട്ടാറ്റിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു പീസ് തരും. ആ പീസ് വെച്ചിട്ട് അതിൻ്റെ ബീൽ പൊട്ടാറ്റ് വെച്ച് അളന്നിട്ട് അത് എല്ലാം ഇതിനെ കൃത്യം എഴുതണം. അപ്പോൾ നമ്മൾ ബീൽ പൊട്ടാറ്റ് പഠിക്കണം. ബീൽ പൊട്ടാറ്റ് നമ്മൾ ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടോ. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കുക. ഇതിൽ ഇങ്ങോട്ട് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് പോയി നമുക്കിതിൽ ഇതുണ്ടോ, ഇത് ആ താഴത്ത് കാണുന്നതാണ് വെർനിയർ സ്കെയിൽ. അപ്പം ഞാൻ ആ വെർനിയർ സ്കെയിലിൽ 0 കൊണ്ടുവന്ന് മെയിൻ സ്കെയിലിൽ 0യിലേക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ചെയ്തിരിക്കുക. ഉണ്ടോ, അപ്പോൾ ഇതാണ് 0 ഡിഗ്രി. കണ്ടോ, ഇതാണ് 0 ഡിഗ്രി. അതായത് ഞാൻ വെട്ടത്തിൽ തന്നെ അവിടെ വന്നു. നിങ്ങൾക്ക് ഇത് പിടിക്കണ്ടോ, ഇത് കണ്ടോ, 2 സ്കെയിൽ വേണം. ഈ 0, 10, 20, 30 അങ്ങനെ കാണാൻ വേണ്ടോ. 10, 20, 30, 40, 50, 60 ഇതെല്ലാം ഡിഗ്രികളാണ്. ഇതും ഡിഗ്രിയാണ്. നമുക്ക് ഈ ഇത് വെച്ചിട്ട് 2 സൈഡിലും അളക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് നമുക്ക് ഇവിടെ വെച്ച് അളക്കാം, അപ്പുറത്ത് വെക്കാം, അതൊന്നും നോക്കണേ. ഇത് നമുക്ക് ഇത് അതിനു വേണ്ടി ഇത് കാണിച്ചാൽ 2 സൈഡിലേക്ക് മതി. അത് 2 സൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചിരുന്നത്. ഇതിങ്ങനെ അളക്കാം. ഇങ്ങനെ അളക്കുമ്പോൾ ഇത് 30 ആണോ, ഇതിപ്പോൾ 20 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇങ്ങനെ അളക്കാം. ഇനി ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ അളക്കാം. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പോൾ 2 സൈഡിലേക്ക് അളക്കാൻ വേണ്ടിയാണ് സംഭവം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇതാണ് 0 ഉണ്ടോ. ഇപ്പം ഇതാണ് വെർനിയർ സ്കെയിൽ അടിയിലുള്ളത്. മുകളിലുള്ളതാണ് മെയിൻ സ്കെയിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ ഡിഗ്രികളാണ്. മനസ്സിലായോ? ഇതെല്ലാം ഇപ്പോൾ ഇതാണ് 0 ഡിഗ്രി. ഇപ്പോൾ ഇത് 1 ഡിഗ്രി, 2 ഡിഗ്രി, 3, 5 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി അങ്ങ് പോരുക. മനസ്സിലായോ? അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് ഡിഗ്രിയും കഴിഞ്ഞ് നമുക്ക് ഇത്ര മിനിറ്റ് എന്ന് വേണം. 5 മിനിറ്റ് ആകൃതി ആണെങ്കിൽ നമ്മൾ അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നുമില്ലെങ്കിൽ 10 ഡിഗ്രി 10 മിനിറ്റ്,
അല്ലെങ്കിൽ 10 ഡിഗ്രി 20 മിനിറ്റ്, അല്ലെങ്കിൽ 10 ഡിഗ്രി 15 മിനിറ്റ്, 30 ഡിഗ്രി 35 മിനിറ്റ്, 30 ഡിഗ്രി 60. അപ്പോൾ എങ്ങനെയാണ് 30 ഡിഗ്രി 60 മിനിറ്റ് എടുക്കണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് 30 ഡിഗ്രി 75 മിനിറ്റ് എടുക്കണേ, അതൊക്കെ പഠിക്കാനാണ് വീൽ ബട്ടൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഡിഗ്രി ഇത്ര മിനിറ്റിലുള്ളതിലാണ് നമുക്ക് ഇതിൽ വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അത്ര മിനിറ്റ് ആ ആകൃതി 5 മിനിറ്റ് ആകൃതിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ കൊണ്ടു നോക്കണം. അതായത് വെർനിയർ സ്കെയിലിൽ ഇതാണ് സീറോ അല്ലേ, ഇവിടെ ഈ വെർനിയർ സ്കെയിലിൽ ഈ ഓരോ മെയിൻ സ്കെയിലിലെ ഓരോ ഡിഗ്രിയും എത്രയാണ്, ഓരോ ഡിഗ്രിയാണ്. ഈ ഒരു ഡിവിഷൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് 1 ഡിഗ്രിയാണ്. അത് മനസ്സിലായോ? 1 ഡിഗ്രി മനസ്സിലായോ? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 1 mm. ഇതിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നാൽ 1 ഡിഗ്രി. 1 ഡിഗ്രി. വെർനിയർ ഗ്യാപ്പ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കി വേണ്ട, അതിന് ആരെന്ന് അറിയാം. ഇതെന്നാ ഈ ഡയമെൻഷൻ, അത് അത് ഇഞ്ചിലാണ്. അപ്പം നമ്മുടെ ഡയമെൻഷൻ അല്ല MM, ഓൾ ഡയമെൻഷൻ ആണ് MM. അതുകൊണ്ടാണ് ഇത് വെർനിയർ ഗ്യാപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് സംഭവം. നമുക്ക് ഇതാണ് മെട്രിക്, ഇത് ഇഞ്ചാണ്. അപ്പോൾ അത് ഇഞ്ചിൽ ഡയമെൻഷൻ കാണുന്നത്. പല ആൾക്കാരും ചോദിക്കുമ്പോൾ അത് ചിലർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഇഞ്ച്, ഇതാണ് MM. ഇതാണ് മെയിൻ സ്കെയില്. ഈ മെയിൻ സ്കെയിലിൽ നോക്കി, ഈ മെയിൻ സ്കെയിൽ എല്ലാം ഓരോ ഈക്വലായി ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം ഓരോ MM ആണ്. അതായത് ഒരു ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 mm ആണ്. ഇത്ര ആയ 1 mm, ഇത് എത്ര ആയ 10 mm. അങ്ങനെ നമുക്ക് ഇത് 200 വരെ അളക്കാം. ഇതാണ് വെർനിയർ സ്കെയിൽ, വെർനിയർ കാലിപ്പർ. അതേപോലെ തന്നെയാണ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മുടെ ആംഗിൾ ഇങ്ങനെയല്ലേ പോണേ. അപ്പോൾ അത് ആംഗിൾ നമ്മുടെ ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി അടിച്ച് ഇതിലുള്ള ഓരോ മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ 1 ഡിഗ്രിയാണ്. അതായത് ഇത്ര ആയ സാധനം പിന്നെ ഇതാണ്. അതായത് ഇത്ര ആണെങ്കിൽ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 അങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? ഇനി അപ്പോൾ മെയിൻ സ്കെയിലിൽ ഓരോ ഡിവിഷനും ഓരോ ഡിഗ്രിയാണ്. ഇനി വെർനിയർ സ്കെയിൽ ഡിവിഷൻ നോക്കിയേ. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ സ്കെയിൽ വെർനിയർ കാലിപ്പറിൽ എങ്ങനെയാണ് നമ്മൾ ലീസ്റ്റ് കണ്ടുപിടിക്കാൻ? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ എത്രയാണ്? 1 mm. ആ 1 mm നിന്ന് ഈ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ കുറയ്ക്കണം. ഈ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ, അതായത് ഈ 0 മുതൽ അടുത്ത 1ാമത്തെ ഡിവിഷനല്ലേ, അതിൻ്റെ ഡിവിഷൻ്റെ ഒരു ഡിവിഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇതെല്ലാം തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 0, 1. അപ്പോൾ ഇതുണ്ടോ, ഇത് നോക്കി, ഇതെല്ലാം തുല്യമായിട്ടാണ്. അതായത് 0, ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് ഡിസ്റ്റൻസ്, ഈക്വലായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഓരോ ഡിവിഷൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 1 mm ആണ്. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 1 mm ആണ്. നമുക്ക് മനസ്സിലായി, അറിയാം. അതേപോലെ ഇതിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ ഓരോ വാല്യൂ എന്ന് പറഞ്ഞത് 1 ഡിഗ്രിയാണ്. ഇനി അതുപോലെ നമ്മൾ ഈ വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതായാലും നമ്മളെങ്ങനെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ? അതായത് ഇവിടെ മുതൽ ഇവിടെ ഈ അതായത് 0 മുതൽ ഇവിടെ വരെയുള്ള ഒരു ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഈ 0 ആക്ച്വലി എന്തിനാണ് നമ്മൾ ഈ വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ? ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ. ലീസ്റ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ, അതായത് ഇതിൽ 1 മൈനസ് ഈ വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ ഒരു ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൻ്റെ വാല്യൂ 0.1 ആണോ? അതെങ്ങനെയാണ് കിട്ടിയത്? 0.01 ലീസ്റ്റ് കൊണ്ട്. അതാണ് ഇതിൻ്റെ ലീസ്റ്റ് കൊണ്ട്. ഇതിന് ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ പോണേ. അതായത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ? 1 minus 0.02. 1 minus 0.02. 1 minus ഈ 0 ഇത് 1 minus 0.2. നീ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കാനായിട്ടാണ്. നിങ്ങൾ ഒരു പെൻസിലുമില്ല, പേനയില്ല, നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ എന്നാ പറഞ്ഞാൽ അപ്പോൾ നോക്കി. അല്ല, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം നോക്കി ലീസ്റ്റ് കൗണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ബിൽ പ്രൊഡക്റ്റാണ് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം പറയണം. നിങ്ങൾക്ക് ഒരു പീസിൻ്റെ ആംഗിൾ നോക്കാൻ പറഞ്ഞാൽ ആംഗിൾ നോക്കണമെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയാലാണ് അവന് അതിൽ ആംഗിൾ നോക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഡയമെൻഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലീസ്റ്റ് കൗണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് വെർനിയർ കാലിപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇത് +2 പഠിക്കണം. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ വല്ല എത്രയാണ്? 1. അത് നമുക്ക് മനസ്സിലായി. എങ്ങനെ അത് 1 എന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ്? ഇത് നോക്കുക, ഇത്ര ആയ 5 ആണ്. ഈ 5 അതായത് ഇപ്പം ഇത്രയും ഡിസ്റ്റൻസിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇത് 1 ആണ്, 2. അപ്പോൾ ഒരു ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത്
1 മെയിൻ സ്കലേഷൻ വരുന്നത് 1 എം ആണ്, മനസ്സിലായോ? ആ അപ്പോൾ 1 മൈനസ് വാട്ട് ഈസ് 1 വെർണസ് സൊല്യൂഷൻ? 0.5. നിനക്ക് ഈ ഒരു മെയിൻ സ്കലേഷൻ്റെ വാല്യൂ 1 ആണെന്ന് എങ്ങനെ മനസ്സിലായേ? ഇത് അത് നമുക്ക് കാണുമ്പോൾ അറിയാം, ആ നമുക്ക് മനസ്സിലായി. ആ അത് അതേപോലെ ഈ വെർണസ് സ്കേൽ പറഞ്ഞാൽ ഇതാണ് വെർണസ് സ്കെയിൽ. ദിസ് ഈസ് ഓൺലി ദ വെർണസ് സ്കെയിൽ. ദിസ് ഈസ് ഫ്രോം ഹിയർ ടു ഹിയർ, ദിസ് ഈസ് ഹോൾ മെയിൻ സ്കെയിൽ. ഇത്രേ ഉള്ളൂ വെർണസ് സ്കെയിൽ. അപ്പോൾ വാല്യൂ ഓഫ് 1, അപ്പോൾ ഇതുപോലത്തെ ഈ ഡിസ്റ്റൻസ് ആണല്ലോ 1 mm എന്ന് പറഞ്ഞ പോലെ ഈ ഡിസ്റ്റൻസ് എത്രയാണ് ഞാൻ ചോദിക്കുന്നത്? 0.2. 0.2. അത് എങ്ങനെയാണ് 0.2 പറയാൻ കാരണം? ഒന്നിന് 5 ഡിവിഷൻ 5 ഡിവൈഡ് 5, അത് 5. ഓക്കെ, ഇത് 5 ഡിവിഷൻ ഉണ്ട്. ഒന്നിന് 5 0 to 1 5 ഡിവിഷനല്ലേ ഉള്ളൂ, 5 അല്ലേ? 5 ഡിവിഷൻ്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ ഒരു ഡിവിഷൻ്റെ 5 ഡിവിഷൻ്റെ വാല്യൂ 1 ഒന്നെന്ത് 1 mm. ഇത്രയും 1 mm അല്ലല്ല 1 mm അല്ല. പിന്നെ ഇവിടെ 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 അത് 0.5 എനിക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു വെർണസ് സൊല്യൂഷൻ്റെ വാല്യൂ കിട്ടിയാലാണ് ലീഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ അപ്പോൾ ഈ മെയിൻ സൊല്യൂഷൻ്റെ വാല്യൂ കിട്ടിയൊക്കെ മനസ്സിലായോ? ആ അത് ഓക്കെ. ഇനി വെർണസ് സൊല്യൂഷൻ്റെ ഈ ഒരു ഡിവിഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ അതെങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞു അങ്ങോട്ട് നോക്ക്, എനിക്ക് സമയം കളയാനില്ല. ഇതിൽ എത്ര ഈ വെർണസ് സ്കെയിൽ എത്ര ഡിവിഷൻ നോക്കി? വെർണസ് സ്കെയിൽ ഡിവിഷനിൽ 1, 2, 3, 4, 5. ആ 1 അതിന് മുമ്പായിട്ട് ഇങ്ങോട്ട് നോക്കിയത് ലാസ്റ്റ് ഡിവിഷൻ ആ കോൺസിഡാണുണ്ടോ? 49. ആ, അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ 0 മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറയാൻ പറ്റുമോ? നോക്കിയിട്ട് പറയാൻ പറ്റുമോ? 10 49. മനസ്സിലായോ? അതായത് ഈ ഇവിടം മുതൽ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 49 mm. അത് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം ഓരോ ഡിവിഷനാണ്. അപ്പോൾ ഈ ഇത് കോൺസിഡാണ് 49 ഡിവിഷനിലാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, എത്ര ഡിവിഷൻ ഉണ്ട് ഇതിൽ? 5, 10, 15, 20, 25, 30, 35, 40, 40, 50 ഡിവിഷനുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? 49/50. അതായത് 50 ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 49. ശരിയാണോ? ശരിയാണോ? ഇസിക്കൽ 49 mm. ഇത് mm ആ, മനസ്സിലായോ? അപ്പോൾ 1 ഡിവിഷൻ എത്രയാ? 49/50. 49/50. അതെത്ര രൂപ? അതെത്ര വരും?